ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ നമ്മുടെ അതിഥി റെഡിയാണ്. ഡോക്ടർ കെ മുരളീധരൻ നായർ. അദ്ദേഹം വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡന്റ്, അതിനുപരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതി കൂടെയാണ്. നമസ്കാരം. നമസ്കാരം സാർ, ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ ആദ്യം കിടക്കുകയാണ്. അത് സ്റ്റെയർ കേസുമായി ബന്ധപ്പെട്ടാണ്. അത് ഉള്ളിൽ വരുന്ന ഒരു സ്റ്റെയർ കേസ് ഉള്ളിൽ വയ്ക്കുമ്പോൾ അതിനകത്ത് മധ്യഭാഗത്തായിട്ട്, അത് പറഞ്ഞാൽ കിഴക്കിൻ്റെ മധ്യഭാഗത്തെന്നാണ് പറയുന്നത്, മധ്യഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ്. പിന്നെ അതിൻ്റെ ഓരോരോ ഡയറക്ഷൻസ് പറയുന്നുണ്ട്. പടിഞ്ഞാറോട്ട് കയറി പിന്നെ തിരിച്ച് അടുത്ത ദിശയിലോട്ട്, അങ്ങനെ ഒരു ദിശയിലോട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിനകത്ത് സ്റ്റെയർ കേസ് വരുമ്പോൾ എവിടെ നിന്ന് സ്റ്റെയർ കേസ് ആവാം, ഏത് ദിശയിലോട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ടൊരു മറുപടി. അതായത് ഈ ക്വസ്റ്റ്യൻ, അത് ഈ മദ്യം എന്ന് പറഞ്ഞാൽ കിഴക്കിൻ്റെ മദ്യമാണോ അതോ വീടിൻ്റെ കറക്റ്റ് മദ്യമാണോ? കിഴക്കിൻ്റെ മധ്യഭാഗത്തു നിന്നാണ്. കിഴക്കിൻ്റെ മദ്യമാണെങ്കിൽ കിഴക്കിൻ്റെ സൈഡാണ്. പക്ഷേ അത് ഒരിക്കലും തന്നെ നമുക്ക് വീടിൻ്റെ മധ്യഭാഗം, അതായത് ബ്രഹ്മസ്ഥാനം അടഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു സ്റ്റെയർ കേസോ മറ്റോ ഒരു നിർമ്മാണവും പാടില്ല. ഒരു ചൂരുള്ള അവിടെ വരാം വീടിൻ്റെ മധ്യമായിട്ട്. അതാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം, യമസൂത്രം, ഇതെല്ലാം പാസ് ചെയ്യണതിൻ്റെ ഒരു ബിന്ദുവുണ്ട് വീടിൻ്റെ മധ്യഭാഗം. അത് അടഞ്ഞ് ഒരിക്കലും തന്നെ ഒരു സ്റ്റെയർ കേസോ അല്ലെങ്കിൽ വീടിൻ്റെ ചുമരോ ഒരിക്കലും തന്നെ പ്ലാനിൽ ഡിസൈൻ ചെയ്യില്ല, ആരും ചെയ്യില്ല. അങ്ങനെ അടഞ്ഞാൽ വീട് പോയി. അപ്പോൾ ഭൗമോർജം ശരിക്കും വമിക്കുന്ന ഭാഗം കൂടെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. സ്റ്റെയർ കേസിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനോട് തെക്കോട്ട് നോക്കി കയറി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് അങ്ങനെ ക്ലോക്ക് വൈസ് വരുന്നതിന് നല്ലതേ ഉള്ളൂ. വെയിറ്റുള്ള നിർമ്മാണം എപ്പോഴും തന്നെ തെക്ക് നല്ലതാണ്. തെക്കോട്ട് നോക്കി കയറുന്നത് നല്ലത് തന്നെയാണ്, ഒരു തടസ്സമില്ല. പിന്നെ അത് രണ്ടാമത്തെ സ്ഥാനം അത് എവിടെയെന്ന് ചോദിച്ചിരുന്നാൽ സ്റ്റെയർ കേസ് പടിഞ്ഞാറാണ്. പടിഞ്ഞാറോട്ട് നോക്കി കയറി വടക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് തിരിച്ച് കിഴക്കോട്ട് നോക്കി കയറാം. അല്ലാതെ കിഴക്കോട്ട് ആദ്യമേ കിഴക്കോട്ട് നോക്കി കയറുന്ന രീതിയിൽ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യരുത്. പല ആൾക്കാരും സ്റ്റെയർ കേസ് നേരെ കിഴക്കോട്ട് നിന്ന് നോക്കി കയറുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക, അത് പാടില്ല. അപ്പോൾ തെക്കോട്ട് നോക്കി കയറുന്ന ഡിസൈൻ ചെയ്യാം, പടിഞ്ഞാറോട്ട് നോക്കി കയറി ക്ലോക്ക് വൈസിൽ വരാം, വടക്കോട്ട് നോക്കി കയറി ക്ലോക്ക് വൈസ്, എല്ലാം ക്ലോക്ക് വൈസാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പുള്ളിയുടെ സംശയം തീർന്നിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റെയർ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയമുണ്ട്. ചില ആൾക്കാർ പുറത്തേക്ക് സ്റ്റെയർ കേസ് ആവും, അതായത് രണ്ടായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ കണക്കാക്കി വയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് സൈഡിൽ, ഏത് വശത്ത്, ഏത് സൈഡിൽ പിന്നെ സ്റ്റെയർ കേസ് പണിയാം, എങ്ങോട്ടാണ് കയറേണ്ടത് എന്നുള്ളതാണ്. രണ്ട് തരം. ഇത് 2 പ്രാവശ്യം പറഞ്ഞാണെങ്കിലും പറയാം. വടക്ക് കിഴക്കേ മൂലഭാഗത്ത് നിന്ന് മാത്രം തുടങ്ങരുത്. വെയിറ്റുള്ള നിർമ്മാണങ്ങൾ ഒരിക്കലും തന്നെ വടക്ക് കിഴക്കേ മൂലഭാഗം എന്ന് വെച്ചാൽ ഈശാന്യ കോണം എന്നാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനമാണ്. വാസ്തു എന്ന സങ്കല്പത്തിൻ്റെ തല വരുന്ന ഭാഗമാണ്. അവിടെ നിർമ്മാണം വെയിറ്റ് കൊണ്ട് ഇരുത്തരുത്. ഇരുന്ന് പോയാൽ അവിടുത്തെ ഗ്രഹനാഥന് ശക്തമായ ദോഷം ഉണ്ടാകും. അതൊരിക്കലും പാടില്ലാത്തതാണ്. അല്ലാതെ 3 ഭാഗത്തു നിന്നും നമ്മൾ സ്റ്റെയർ കേസ് ആരംഭിക്കുന്നതിന് യാതൊരു നിയമ തടസ്സവും ഇല്ല. കന്നിമൂലയിൽ നിന്ന് ആരംഭിക്കാം, ഒരു കുഴപ്പമില്ല. അവിടെ ഇപ്പോഴും ഒരു പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കയറി ക്ലോക്ക് വൈസിൽ വരാൻ സാധിക്കില്ല. അത് സാരമില്ല, വെളിപ്പുറത്തെ സ്റ്റെയർ കേസാണ്. അകത്തെ സ്റ്റെയർ കേസ് മാത്രം ആ ക്ലോക്ക് വൈസിൽ വന്നാൽ മതി. ഈ പുറമേ നിന്ന് സ്റ്റെയർ കേസ് എടുത്ത് പോയിട്ട് നേരെ വാടകക്കാർക്ക് കൊടുക്കുന്ന, പിന്നെ ഗ്രൗണ്ടിൽ എൻ്റെ ഓണർ താമസിക്കുന്ന ഫസ്റ്റ് ഫ്ലോർ പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്നു. ചിലപ്പോൾ ആ സ്റ്റെയർ കേസിന് വീണ്ടും പോവും സെക്കൻഡ് ഫ്ലോറിലേക്ക്. അതിന് നിയമ തടസ്സമൊന്നുമില്ല, ചെയ്യാം. ഇപ്പോൾ പല ആൾക്കാരും തന്നെ ചില ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീട് പണിയുമ്പോൾ 100% വാസ്തുയോഗ്യമായി പണിയാൻ സാധിക്കുമെന്ന് കേട്ടാൽ ഞാൻ പറയാം ഇല്ലയെന്നേ പറയുള്ളൂ. കാരണം ഒരു 70-75% ധാരാളം മതി. ഇപ്പോൾ എല്ലാം അതായത് നമ്മൾ ക്ഷേത്രമാണെങ്കിൽ 100% വാസ്തുനിർമ്മിതി തന്നെ ആയിരിക്കണം. ഒരു ക്ഷേത്രം ഞാൻ നിർമ്മിക്കുമ്പോൾ, അല്ല ഞാൻ ഡിസൈൻ ചെയ്യുമ്പോഴോ പറയും കൊടുക്കുമ്പോൾ ഞാൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. ഒരു വിട്ടുവീഴ്ചയും അത് ഇപ്പം ശബരിമലയായിരുന്നാലും ശരി, മറ്റുള്ള അമ്പലങ്ങളായിരുന്നു ശരി, വേറെ ശരി, ഏതായിരുന്നാലും ശരി, ഞാൻ എൻ്റെ നേതൃത്വത്തിൽ അത് നടക്കുന്നത് അതിന് ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് ആ സ്ഥാനം തന്നെ കറക്റ്റായിട്ട് പോകും. അല്ല ഒരിക്കലും തന്നെ ഞാൻ അക്കാര്യത്തിലൊരു വിട്ടുവീഴ്ച കാണിക്കില്ല. തീർച്ചയായും. അപ്പോൾ അത് രണ്ട് കാര്യം ക്ലിയർ ആയിട്ടുണ്ടാകും. സ്റ്റെയർ കേസ് പുറത്ത് വന്നാൽ എങ്ങനെ വരണം, അകത്താണ് നിങ്ങൾ പണിയുന്നെങ്കിൽ എന്ന് മനസ്സിലാക്കും. ഇനി അതോടൊപ്പം ഒരു ചോദ്യം കൂടെ അത് നമ്മൾ ഈ ഡോറുകളിലൊക്കെ, ഇപ്പോൾ ഡോറിലും ജനലിലും ഒക്കെ നമ്മൾ പല സ്ഥലം കൊതുവിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ഈ മസ്കിറ്റോ ഡോറുകൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഹോളുമായി ബന്ധപ്പെട്ട് രണ്ടായിട്ട് നമുക്ക് പറയാം. ഒന്ന് ഈ മസ്കിറ്റോ ഡോറുകൾ പ്രധാന വാതിലാണ്. പ്രധാന വാതിലിൽ നമ്മൾ ഇടുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച്
സിറ്റിക്ക് തിരുവനന്തപുരമായിരുന്നാലും ശരി, എറണാകുളമായാലും ശരി, മറ്റുള്ള സിറ്റിക്കകത്ത് ഇപ്പോൾ കൊതുവല ഇട്ടില്ലെന്നുണ്ടെങ്കിൽ കൊതുകടിച്ച് ഉപ്പോട്ട് വരുത്തും. അതുകൊണ്ട് കൊതുവല ഇടുന്നതിന് വാസ്തവമായിട്ട് യാതൊരു ദോഷവുമില്ല. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അതിന് കൊതുവല ഇടുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല, ഇടാം. പിന്നെ അടുത്തെന്താ ഉള്ളത്? പിന്നെ എയർ ഹോളുമായി ബന്ധപ്പെട്ടാണ് പല മുറികളിലോ? എല്ലാ സ്ഥലത്തും എയർ ഹോളുണ്ട്. പല സ്ഥലം പണ്ട് പഴയ ഇപ്പൊ അതൊരു പൈപ്പ് വെച്ചിട്ട് പക്ഷെ എന്നാലും പല വീടുകളിലും ഇത് പണി കഴിഞ്ഞാൽ അത് അടച്ച് AC വെക്കുമ്പോൾ എയർ ഹോൾ എന്നുള്ള സാധനം ഇല്ലാതാവുകയാണ്. അപ്പൊ ഇത് എയർ ഹോൾ ഒഴിവാക്കാമോ, റൂമുകളിൽ ബെഡ്റൂമുകളിൽ ഒഴിവാക്കാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് ഇപ്പൊ ചോദിച്ചത് നന്നായി. ഇതിങ്ങനെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും തന്നെ എയർ ഹോൾ ഒഴിവാക്കരുത്. അതായത് നമ്മുടെ ഒരു മുറിയിലെ ചൂടുവായു അത് നേരെ ഉയരോട്ടാണ് ഉയരുന്നത്. ചൂടുവായു ഉയരുന്നതുകൂടെ പുറത്തുകൂടെ പോകണം. ഈ പണ്ട് കാലത്ത് വിൻഡോസ് ഡോറിൻ്റെ ഉയരെയാണ് നമ്മൾ എയർ ഹോൾ കൊടുക്കുന്നത്. ഇപ്പോൾ AC മുറിയാണെങ്കിൽ തന്നെ തെർമോക്കോൾ വെച്ച് അത് അടയ്ക്കുകയുള്ളൂ. അപ്പോൾ തെർമോക്കോൾ വെച്ച് അടച്ചാൽ ഒരു പ്രത്യേകിച്ച് എന്നാൽ നമ്മൾ പുറമേ നിന്നുള്ള ചെറിയ ലൈറ്റ് കിരണങ്ങൾ ആ മുറിയിലേക്ക് കിട്ടും. അതാണ് എൻ്റെ സത്യം. കംപ്ലീറ്റ് ബ്ലോക്ക് ആവില്ല. എന്നാൽ തണുപ്പിന് യാതൊരു കുറവും അവിടെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ പരിപൂർണമായിട്ട് അടച്ച് ചെയ്യരുത്, പിരിച്ചാഴി പങ്ക് പോലെ ചെയ്യരുത്. അത് നമുക്ക് ആവശ്യം വേണ്ട എയർ ഹോൾ കൊടുത്തിട്ട് AC മുറി ചെയ്യുകയാണെങ്കിൽ അതിൽ ഇത് അത്യാവശ്യം. റൂമുകളിൽ ഒഴിവാക്കാമോ, മറ്റു സ്ഥലങ്ങളിൽ കൊടുക്കാമെന്നല്ല. മുറികളിൽ ഒഴിവാക്കിക്കൂടെന്നാണ് പറയുന്നത്. മുറികളിൽ തെർമോക്കോൾ എയർ ഹോൾ വേണം, എങ്കിലേ ഉള്ളൂ. അതുപോലെ പരിപൂർണമായിട്ട് AC ഇടുന്ന ഹാളുകളിൽ തന്നെയാണെങ്കിലും ഈ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരിക്കലെങ്കിലും ഈ വിൻഡോസ് തുറന്നിട്ട് സൂര്യകിരണങ്ങളും എയർ അകത്ത് കടത്തണം, അല്ലെങ്കിൽ ഫംഗസ് ഉണ്ടാവും. ഇപ്പം എന്തൊക്കെ ഇവിടെ ആയിരുന്നാലും ശരി, വിദേശ രാജ്യങ്ങളിൽ മഞ്ഞുള്ള സ്ഥലങ്ങൾ ആ കാലാവസ്ഥ വേറെയാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ തണുപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ടും രണ്ടാണ്. അപ്പോൾ UK ശരി, അമേരിക്ക ചില സ്ഥലങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ ഏതാണ്, അവിടെ ആ പ്രശ്നം വരുന്നില്ല. അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവിടെ ബിൽഡിംഗ് മെറ്റീരിയലാണ്. അവിടെ റൂഫെല്ലാം കണ്ടെല്ലാം ചരിഞ്ഞാണ്, മഞ്ഞ് വീണെല്ലാം പോവാത്തക്കരയിലും. ഇതിനെ കേരളത്തിൽ അതിനെ കൂട്ടിക്കലർത്തരുത്. കേരളത്തിൻ്റെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൂളിംഗ് ആക്കി എടുക്കുന്നതാണ് AC വെച്ച്. അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രക്രിയകൾ ചെയ്യണം. തീർച്ചയായും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങളുടെ സംശയം തന്നെയാണ് കൃത്യമായിട്ട് മറുപടിയായിട്ട് വന്നിട്ടുള്ളത്. കൃത്യമായി നിങ്ങൾ നമ്മുടെ ചാനൽ കൃത്യമായി കാണുക. നിങ്ങൾ ഓരോ എപ്പിസോഡ് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് കാണാതിരിക്കരുത്, കാണുക. അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ അത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിക്കുക. കൃത്യമായി ശാസ്ത്രം പഠിച്ച ആളിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഉപദേശം തേടുക. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും പറയുന്നത്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.